ഈശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് സങ്കീർത്തനത്തിൽ 23-ാം സങ്കീർത്തനത്തിൽ 2-ാം തിരുവചനം വായിക്കാം. പച്ചയായ പുൽത്തകിടിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നു, ഭൂമി അതിൻ്റെ ചിറക് വിരിച്ച് പുതിയ മാനങ്ങൾ തേടി യാത്രയാകുന്നു. കർത്താവ് എന്നെ പ്രശാന്തമായ ജലാശയത്തിലേക്ക് നയിക്കുന്നു. ആ ജലാശയം ശരീരത്തിന് വിശ്രമവും ആത്മാവിന് ഉന്മേഷവും നൽകുന്നു എന്ന 23-ാം സങ്കീർത്തനം നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കും. ജലം ആത്മാവിൻ്റെ പ്രതീകമാണ്. മനുഷ്യ ശരീരത്തിൻ്റെ ഭൂരിഭാഗവും ജലമാണെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. മുതിർന്ന ഒരാളുടെ ശരീരത്തിൽ 65-70% ജലമാണ്. അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിൻ്റെ ശരീരത്തിൽ 90% ജലമാണ്. മനുഷ്യന് ഒരു മാസക്കാലം ഭക്ഷണമില്ലാതെ ജീവിക്കാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം, എന്നാൽ വെള്ളമില്ലാതെ കഷ്ടിച്ച് ഒരാഴ്ചയെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യ സംസ്കാരവും വെള്ളവും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. ലോകത്തിലെ ആദ്യ സംസ്കാരങ്ങളെല്ലാം തന്നെ ഉടലെടുക്കുന്നത് നദീതീരങ്ങളിലാണ്. നമ്മൾ ചരിത്രം പഠിച്ചുള്ള എല്ലാവർക്കും നമുക്കറിയാൻ സാധിക്കും. ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദിയുമായും, മെസോപ്പൊട്ടേമിയൻ സംസ്കാരം ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദികളുമായും, സിന്ധു നദിയുടെ സംസ്കാരമായും സിന്ധു നദിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവിക്കാൻ വായു വേണ്ടാത്ത ചില സൂക്ഷ്മജീവികൾ ഭൂമിയിലുണ്ട്. എന്നാൽ വെള്ളമില്ലാതെ ഒരു ജീവിക്ക് ഭൂമിയിൽ വളരാൻ സാധിക്കില്ല. വെള്ളത്തിൻ്റെ കഥ ജീവൻ്റെ കഥ കൂടിയാണ്. നിറമോ മണമോ രുചിയോ ഇല്ലാത്ത വെറും സാധാരണക്കാരനായി തോന്നിയിരിക്കുന്ന ജലം തികച്ചും അസാധാരണക്കാരനാണ്. ജീവനുള്ള എല്ലാറ്റിനും പോഷണം നൽകി ഫലം പുറപ്പെടുവിക്കാൻ ജലം സഹായിക്കുന്നു. ആത്മാവിനെ സ്വീകരിച്ച് നമ്മുടെ ജീവിതം പോഷണം നൽകുന്നതാണോ? ഭൂമിയും മനുഷ്യനുമൊക്കെ ജലത്തിനായി ആഗ്രഹിക്കുന്നത് പോലെ ആത്മാവിന് വേണ്ടി ഒരു ദാഹം, ആഗ്രഹം നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നു. കത്തോലിക്ക സഭകളിലെ കൂദാശകളിൽ ജലം ജീവൻ്റെ അടയാളമാണ്. ഒരാൾ പുതുജീവനിലേക്ക് പ്രവേശിക്കുന്നത് മാമോദിസ ജലത്തിലൂടെയാണ്. ആത്മാവിൻ്റെ പ്രത്യേകമായ ജലം നമ്മെ വിശുദ്ധീകരിക്കുന്നു, സൗഖ്യമാക്കുന്നു. ജലം ഔഷധമായിട്ട് കരുതപ്പെടുന്നു. ആന്തരിക മുറിവുകളിൽ അവർ കാറ്റുകൊണ്ട് തലോടുന്നു, ആശ്വാസം നൽകുന്നു. മനുഷ്യൻ്റെ ഉള്ളിൽ നശീകരണത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്, പ്രവണതകളുണ്ട്. ആത്മാവിൻ്റെ ശക്തിയാണ് നമ്മെ നിയന്ത്രിക്കേണ്ടത്. ജലമില്ലെങ്കിൽ ഭൂമി വരണ്ടു പോകും. ആത്മാവിൻ്റെ നനവില്ലെങ്കിൽ ജീവിതവും വരണ്ടു പോകും. ജലത്തിൻ്റെ അഭാവം ജീവൻ്റെ തന്നെ നിലനിൽപ്പിന് ആശങ്കയാണ്. ആത്മാഭിഷേകത്തിൻ്റെ കുറവ് ആത്മീയ ജീവിതത്തെ മരുഭൂമിയാക്കും. ജീവൻ്റെ നിറവ് സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ ആത്മാവിൻ്റെ നനവും കാറ്റും വേണം. ആത്മാവിൻ്റെ വരദാനങ്ങളെ കൃപാമാരിയില്ലാതെ പോയാൽ മനുഷ്യജീവിതത്തിൻ്റെ പച്ചപ്പ് എന്നേക്കുമായിട്ട് നഷ്ടമാകും. വസന്തം ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് പടിയിറങ്ങും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ വിശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ഞാൻ നിവേശിപ്പിക്കും. എസെക്കിയേൽ പ്രവാചകനിലൂടെ 36-25-26 എന്നുള്ള വചനമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയെല്ലാം എന്താണ് പറയുന്നത്? ശുദ്ധജലം തെളിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. ദുർബലനായ മനുഷ്യൻ്റെ ബലം പരിശുദ്ധാത്മാവാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളെ ആർക്കും തടയാൻ സാധിക്കുകയില്ല. പ്രവചനാതീതമാണ്. ജലത്തിൻ്റെ രൂപം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നുണ്ട്. ചൂടാകുമ്പോൾ നീരാവിയാകുന്നു,
തണുക്കുമ്പോൾ മഞ്ഞുകട്ടയാകുന്നു. കണക്ക് കൂട്ടുകൾക്ക് അപ്പുറമാണ് ആത്മാവിൻ്റെ രീതികൾ. ശക്തമായ ജലപ്രവാഹത്തെ തടയുക അസാധ്യമാണ്. ആത്മാവിൻ്റെ പ്രവാഹങ്ങളെ തടയുക അസാധ്യമാണ്. ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും സ്നാനപ്പെടുത്തട്ടെ. നമ്മുടെ സ്നാനത്തിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തിലൂടെ മുന്നേറുക. ദൈവത്തിൻ്റെ കൃപയനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക. ആ ദൈവകൃപ നമുക്ക് ഓരോരുത്തർക്കും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മളെ ജലത്താൽ വിശദീകരിക്കപ്പെടട്ടെ, ആത്മാവിനാൽ വിശദീകരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് അഭിഷേകത്തിൽ നിറയ്ക്കണമേ. അതുപോലെ തന്നെ നമ്മുടെ വചനത്തെക്കുറിച്ചുള്ള തീഷ്ണത, വചനത്തെക്കുറിച്ചുള്ള വിവേകം നമ്മളെ പഠിപ്പിക്കട്ടെ. നമുക്ക് വിട്ടുകൊടുക്കാം. ദൈവമേ, ഞങ്ങളെ കർത്താവേ, നിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ പഠിപ്പിക്കണമേ, നിറയ്ക്കണമേ. നിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നവീകരിക്കണമേ. പൂർണ്ണമായിട്ട് ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.